4 തവണ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കൊളുക്കുമല. കൂടുതലും ഹെർ ഹോളിഡേയ്സിന്റെ കൂടെ തന്നെയാണ്. ഓരോ തവണ ഓരോ ബാച്ചിലെ കുട്ടികളായിട്ട് പോകുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്. ഇതിനു മുൻപും ഹെർ ഹോളിഡേയ്സിന്റെ കൂടെ പോയിട്ടുള്ള ട്രിപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്ത ഓരോ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ യൂഷ്വലി എടുക്കുന്നത് ടെന്റുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യാമ്പുകളോ അങ്ങനെ കുറച്ചും കൂടെ നേച്ചർ ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേകളാണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുക. അപ്പോൾ ഇതും അതുപോലൊരു സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ മൂന്നാർ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് ക്യാമ്പിലേക്ക് പോകാനായിട്ട് ജീപ്പ് ഉണ്ട് സെപ്പറേറ്റ്. ഒരു 3 ജീപ്പോളം കയറുന്ന ആളുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആ ഒരിടം വരെ ജീപ്പ് വരുന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഒരു 3 മിനിറ്റിന് ഉള്ളിലുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. നല്ല കോടയൊക്കെ ഇറങ്ങി നല്ലൊരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുന്നത്. സാറ്റർഡേ ഈവനിങ് 3 o'clock കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പതിയെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പലരും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടിട്ട് പല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പം നമുക്ക് ആർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പം നമ്മൾ ചെന്ന് ടൈം എടുത്താണ് ഓരോരുത്തരും പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അത്യാവശ്യം ഒരു കമ്പനിയാവും. അപ്പം നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്നത് ക്യാമ്പ് വുഡിയുടെ ക്യാമ്പാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലിയ ഹട്ടിൻ്റെ താഴെ ആയിട്ടാണ് ടെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ടാണ്, ഇപ്പം കാണുന്ന സൈഡിലായിട്ടാണ് ഞങ്ങളുടെ ടെൻറ്റ് വരുന്നത്. അപ്പോൾ ഓരോരുത്തർ അവരുടെ ബാഗും ലഗേജസ് ഒക്കെ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ നമ്മൾ വൈകിട്ട് അവിടെ ചെന്നതിന് ശേഷം എല്ലാവരും ഒന്ന് ഫ്രഷായി നമ്മൾ ചെറിയ സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ ഒരു ട്രക്കിംഗ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ടെൻറ്റിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹിൽ ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ട്രക്കിംഗ് പോയത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ടെൻറ്റും സ്റ്റേയും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആ ഒരു ഈവനിങ് എൻജോയ് ചെയ്യുകയാണ്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതും വീഡിയോസ് എടുക്കുന്നത്, റീൽസ് എടുക്കുന്നത്, അങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. കൂടെ നമ്മുടെ കൂടെ ആ ക്യാമ്പിലുള്ള 2 ഡോഗ്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ക്യാമ്പ് വുഡിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇടുക്കിയിലും മൂന്നാറൊക്കെ ആയിട്ട് ഇതുപോലത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. അവിടെ കൂടുതലും കുറേ കൂടെ എക്കോ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെൻറ്റുകളും സ്റ്റേസ് ഒക്കെയാണ് നമുക്ക് കൂടുതലുള്ളത്. നല്ല ഫുഡുമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂംസും എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഒത്തിരി ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മൂന്നാർ ഇടുക്കിയൊക്കെ പോയിട്ട് വരണം, ഒന്ന് റിഫ്രഷ് ആവണം എന്നുള്ളത് ക്യാമ്പ് വുഡിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് തരുന്നതായിരിക്കും. അങ്ങനെ നൈറ്റ് കുറച്ച് പരിപാടികൾ DJ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ് എല്ലാവരും. അപ്പം നമ്മളൊരു 4:30, 5-നുള്ളിൽ നമ്മൾ റെഡിയായി വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ കൊളുക്കുമല സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല തിരക്കുകളാണ്. ഇതുപോലെ ഒത്തിരി ജീപ്പുകൾ അങ്ങോട്ടേക്ക് മാത്രം പോകുന്നുണ്ട്. രാവിലെ 4-5 മണിക്ക് എഴുന്നേറ്റ് പോകുന്നത് നമുക്കൊരു ടാസ്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ കൊളുക്കുമലയിലൊക്കെ പോകുമ്പോഴാണ് അറിയണത് ഒത്തിരി വണ്ടികൾ ഉണ്ടാവും, ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ പതിയെ ചെന്ന് അവിടെ കയറി തുടങ്ങുകയാണ്. അപ്പോൾ കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് സൈഡിലൊക്കെ ഉള്ളത്. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഓരോ തരം എക്സ്പീരിയൻസുകളാണ്, ഓരോ തരത്തിലുള്ള സ്കൈ ആണ്. ഒരിക്കലും നമ്മൾ മടുപ്പിക്കാത്തൊരു കാഴ്ചയാണ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും തരാറുള്ളത്. ഇന്ന് കുറേ കൂടെ തെളിഞ്ഞിട്ടുള്ളൊരു ആകാശമാണ്, അതുപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുപോലെ നമ്മളിത് കാണുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 6:30-ക്കുള്ള ടൈമാണ്. ഈ ഒരു ടൈമിൽ തന്നെ നല്ലോണം ഉദിച്ച് നിൽക്കുന്ന ആ ഒരു ആകാശമാണ് നമുക്ക് കാണുന്നത്. ചില സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന, ഒരു കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന കംപ്ലീറ്റ് ആ ഒരു മലയുടെ ആ ഒരു അപ്പർ പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി ചുറ്റും ഇങ്ങനെ നമ്മൾ ചാർലി ഫിലിമിൽ പറയുന്നത് മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു ആകാശമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന് ഞങ്ങൾ അതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും പതിയെ ഇങ്ങനെ പോവുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ ഈ മലയ്ക്ക് അപ്പുറത്തേക്ക് കാണുന്ന ആ ഒരു കംപ്ലീറ്റ് ഇങ്ങനെ ആ ഒരു ആകാശം ഇറങ്ങി വന്ന് മേഘങ്ങൾ മാത്രമുള്ള ആ ഒരു വ്യൂ ഇല്ലേ, ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടത്. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ ഇത്തവണ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭയങ്കരമായിട്ടൊരു പെയിൻറ്റിങ് പോലത്തെ ഒരു വ്യൂ ആണ് നമ്മൾ ഇത്തവണ ആകാശത്ത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാവരും അവരവരുടെ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ഇറങ്ങി ഞങ്ങൾ. അപ്പം നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് ഇതുപോലെ കോട ഇറങ്ങുന്നുണ്ട്, അതുപോലെ ഒരുപാട് വണ്ടികൾ വെയിറ്റിംഗ് ഉണ്ട്, ഒരുപാട് വണ്ടികൾ നമ്മുടെ മുന്നേ പോകുന്നുണ്ട്, ഒത്തിരി മല കയറുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു യാത്രകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. നേരെ നമ്മൾ താഴെ ഒരു ടീ ഫാമിലാണ് വന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചായപ്പൊടി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടീ ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. നേരെ നമ്മൾ ക്യാമ്പിൽ വന്ന് എല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ വന്നിട്ട്. സോ നിങ്ങൾ കൊളുക്കുമല പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.